ലൈവിൽ നിവിനും അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻസിയെ പറ്റിയാണ് ചർച്ച. ക്യാപ്റ്റൻസി നീ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന്, എൻ്റെ ആഗ്രഹമെന്ന് അക്ബറും പറയുന്നു. എൻ്റെയും ആഗ്രഹം അത് തന്നെയെന്ന് നിവിനും പറയുന്നു. എന്നാൽ ഇതേ സമയം ഒരാൾ ഭയങ്കരമായിട്ട് പാക്ക് ചെയ്യുകയാണ്. അനീഷ് പെട്ടിയിൽ എല്ലാ തുണിയൊക്കെ പറക്കി വെച്ച് പാക്ക് ചെയ്യുന്നതാണ്. ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അനീഷ് പാക്ക് ചെയ്യുന്നത്. അനീഷ് അറിയുന്നില്ലല്ലോ പുറത്ത് എത്രത്തോളം ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന്. സത്യത്തിൽ ആളൊരു പാവം തന്നെയാണ്. കാരണം ആരുമായിട്ട് ഒരു കൊതിയും ചുണയും പറയാത്ത ഒരു വ്യക്തി. അനുമോളും ആര്യനും സാബുമോനുമാണ് ക്യാപ്റ്റൻസിയിലുള്ളത്. എന്നാൽ അനുമോളെയാണ് പറയുന്നത് നിവിന് ഈ ആഴ്ച മൊത്തം അനുമോളോടാണ് ദേഷ്യം. കാരണം അനുമോള് നിവിനെ നോമിനേറ്റ് ചെയ്ത്. നിവിനൊരു ടെൻഷനുണ്ട്. ഞാൻ അറിഞ്ഞില്ല ക്യാമറ സ്പേസ്. പുള്ളി അവിടെ നിന്നപ്പോൾ ഞാനത് ഓർക്കാതാണ് ആ മഞ്ഞ വര ക്രോസ് ചെയ്തത്. നിവിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു, നമ്മളാരും ക്യാമറ നോക്കില്ല, നമ്മൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, ഫുഡിൻ്റെയൊക്കെ കാര്യമായിട്ട് പണിപ്പുരയുടെ മുമ്പിൽ നിൽക്കുകയാണ്, നമ്മളെത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തിനാണ് ഈ ക്യാമറ സ്പേസ് നോക്കുന്നത്? അയാൾ എന്തിനാണ് അപ്പോൾ ക്യാമറയെ നോക്കുന്നതെന്നാണ് ആര്യൻ പറയുന്നത്. അനീഷിനെയാണ് ഇവർ മൂന്നുപേരും ഇടുന്ന് പറയുന്നത്. അനീഷ് ഇതൊന്നും അറിയാതെ പാക്കിങ്ങിലാണ്. അനീഷേട്ടൻ ക്യാമറ സ്പേസ് നോക്കിയാണ് നിൽക്കുന്നത്. നമ്മളിതൊന്നും നോക്കുന്നില്ല. അവർ പിന്നെ അനീഷിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പാത്രം കഴുകാൻ പോയ വിഷയമൊക്കെയാണ് സംസാരിക്കുന്നത്. നിവിൻ ചെല്ലുമ്പോഴത്തേക്ക് പാത്രം കഴുകും. എന്തോ ഭാഗ്യം, ഞാൻ ആ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞതിനൊക്കെയാണ് ലൈറ്റ് ഓഫ് ആയത്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ഓഫ് ആവാൻ കാത്തു നിൽക്കുകയായിരുന്നെന്ന് എന്ന് നിവിൻ പറയുന്നു. അപ്പോൾ അക്ബർ ആര്യനോട് പറയുന്നു, നീ ഈ ആഴ്ച ക്യാപ്റ്റൻസി ജയിക്കണം, നീ ഈ ആഴ്ച നോമിനേഷനിലില്ല, അപ്പോൾ അടുത്ത ആഴ്ചയും നീ വരത്തില്ല, നീ അത് ചെയ്യണമെന്ന് പറയുന്നു, നന്നായിട്ട് കളിക്കണമെന്ന് പറയുന്നു. അപ്പം നിവിനും പറയുന്നു, അതാ നീ ജയിക്കണം, എനിക്കതാണ് വേണ്ടത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവരെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാനുള്ള പുതിയ ചാനലാണ്.